അപ്പോൾ നിങ്ങളുടെ കാൽമുട്ടിലെ മെനിസ്കസിനൊരു കീറൽ, അതിനർത്ഥം ഉടൻ സർജറി വേണമെന്നാണോ? ശരിക്കും അല്ല, എപ്പോഴും അങ്ങനെയല്ല. എന്തായാലും ഏറ്റവും പുതിയ ശാസ്ത്രീയ തെളിവുകൾ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളൊരു MRI സ്കാൻ ചെയ്യുന്നു. അതിൽ നിങ്ങളുടെ കാൽമുട്ടിൽ ഒരു കീറൽ കണ്ടെത്തുന്നു. പതിറ്റാണ്ടുകളായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന അടുത്ത സ്റ്റെപ്പ് എന്താ? സർജറി, അല്ലേ? പക്ഷേ ശസ്ത്രക്രിയ തന്നെയാണോ എപ്പോഴും ഏറ്റവും നല്ല വഴി? ഉയർന്ന നിലവാരമുള്ള വിശ്വസനീയമായ ശാസ്ത്രീയ പഠനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ആദ്യം തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. ചികിത്സ തീരുമാനിക്കുന്നത് ആ കീറലിന്റെ സ്വഭാവം അനുസരിച്ചാണ്. കാരണം വളരെ ലളിതമാണ്, എല്ലാ മെനിസ്കസ് കീറലുകളും ഒരുപോലെയല്ല. ഓക്കെ, അപ്പൊ പ്രധാനമായും 2 തരം മെനിസ്കസ് കീറലുകളാണുള്ളത്. ഒന്നാമത്തേത് ഡീജനറേറ്റീവ് ടിയേഴ്സ് എന്ന് പറയും. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കാലക്രമേണയുള്ള ഒരു വെയർ ആൻഡ് ടയർ അല്ലെങ്കിൽ തേയ്മാനം കാരണം വരുന്ന ഒന്നാണിത്. ഇത് കൂടുതലും കാണുന്നത് മധ്യവയസ്കരിലും പ്രായമായവരിലുമാണ്. ഇനി രണ്ടാമത്തേത് ട്രോമാറ്റിക് ടിയേഴ്സ് ആണ്. അതായത് പെട്ടെന്നെന്തെങ്കിലും ഒരു പരിക്ക് പറ്റുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഇപ്പോ കളിക്കുന്നതിനിടയിൽ കാൽ പെട്ടെന്നൊന്ന് തിരിഞ്ഞുപോയി, അങ്ങനെയൊക്കെ. ഇത് കൂടുതലും ചെറുപ്പക്കാരിലും കായിക താരങ്ങളിലുമാണ് സാധാരണയായി കാണുന്നത്. നമുക്ക് ആദ്യത്തെ കേസെടുക്കാം. തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ആ ഡീജനറേറ്റീവ് കീറലുകൾ. ഇതിനെക്കുറിച്ചുള്ള പഠനഫലങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. അപ്പോ ഈ ഡീജനറേറ്റീവ് കീറലുകൾക്കുള്ള സർജറി ശരിക്കും വർക്ക് ആവുന്നുണ്ടോ? ഇത് കണ്ടെത്താൻ ഫിൻലൻഡിലെ ഗവേഷകർ വളരെ മികച്ചൊരു പരീക്ഷണം നടത്തി. അവര് യഥാർത്ഥ സർജറിയെ ഒരു ഷാം സർജറിയുമായി താരതമ്യം ചെയ്തു. അതായത് ചിലർക്ക് ശരിക്കുള്ള സർജറി നടത്തി, മറ്റു ചിലർക്ക് സർജറി ചെയ്തു എന്ന് തോന്നിക്കുന്ന ഒരു പ്രക്രിയ മാത്രം നടത്തി. എന്നിട്ട് ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇനി ഈ പഠനത്തിന്റെ കണ്ടെത്തൽ അത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. 2013 ഈ ഫിഡലിറ്റി പഠനം പറഞ്ഞതിതാണ്: തേയ്മാനം കൊണ്ടുണ്ടാകുന്ന മെനിസ്കസ് കീറലിന് നമ്മൾ ആ കീറിയ ഭാഗം നീക്കം ചെയ്യുന്ന സർജറിയിലെ, അതായത് ആർത്രോസ്കോപ്പിക് പാർഷ്യൽ മെൻസെക്ടമി, അത് വെറുതെ സർജറി ചെയ്തു എന്ന് രോഗിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഷാം സർജറിയേക്കാൾ ഒട്ടും മെച്ചമല്ല. അതായത് യാതൊരു പ്രയോജനവുമില്ലെന്ന്. ശരി, അത് കുറഞ്ഞ കാലത്തേക്കുള്ള കാര്യം. പക്ഷേ ലോങ് ടേമിൽ എന്ത് സംഭവിക്കും? കാലക്രമേണ വ്യായാമം ചെയ്താൽ സർജറിയുടെ അത്രയും തന്നെ ഫലം കിട്ടുമോ, അതോ അതിലും മെച്ചപ്പെടുമോ? നമ്മളിനി കാണാൻ പോകുന്ന പഠനം 1-2 വർഷത്തെ ഫലം നോക്കിയതല്ല, പകരം 10 വർഷം. അതെ, 10 വർഷം നീണ്ടുനിന്ന ഒരു പഠനമാണ്. അതുകൊണ്ടുതന്നെ ഇതിലെ കണ്ടെത്തലുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഓമെക്സ് പഠനത്തിന്റെ 10 വർഷത്തെ ഫലം വളരെ വ്യക്തമാണ്. അവർ പറയുന്നത് ഇതാണ്: തേയ്മാനം കൊണ്ടുണ്ടാകുന്ന മെനിസ്കസ് കീറലുകളുള്ള മധ്യവയസ്കർക്ക് സർജറി ചെയ്യുന്നതിനേക്കാൾ മുൻഗണന നൽകേണ്ടത് ചിട്ടയായ വ്യായാമത്തിനാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം. അതായത് പെട്ടെന്നുണ്ടാകുന്ന ആ പരിക്കുകൾ, ട്രോമാറ്റിക് ടിയേഴ്സ്. ഇതൊരു വേറെതരം പരിക്കല്ലേ? അപ്പോ അതിന്റെ കഥയും ചികിത്സയും വ്യത്യസ്തമായിരിക്കുമോ? ഇവിടെയാണ് 2024 വന്ന ഡ്രീം ട്രയൽ പ്രസക്തമാകുന്നത്. ഇത് 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ട്രോമാറ്റിക് കീറലുള്ള ചെറുപ്പക്കാരിൽ നടത്തിയ ഒരു പഠനമാണ്. ഒരു കൂട്ടർക്ക് നേരത്തെ തന്നെ സർജറി ചെയ്തു, മറ്റേ കൂട്ടർക്ക് 12 ആഴ്ചത്തെ ചിട്ടയായ വ്യായാമവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ക്ലാസുകളും നൽകി. കണ്ടെത്തൽ എന്തായിരുന്നുവെന്നറിയാമോ? 1 വർഷത്തിനു ശേഷം വേദന, പ്രവർത്തനം അല്ലെങ്കിൽ ജീവിത നിലവാരം ഇതിലൊന്നും നേരത്തെ സർജറി ചെയ്തത് വ്യായാമം ചെയ്തതിനേക്കാൾ ഒരു പടി പോലും മുന്നിലായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? സർജറി എപ്പോഴും നമ്മൾ ആദ്യം ഓടിച്ചെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്നാൽ സർജറി വേണ്ടിവരുമ്പോൾ അപ്പോൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം എന്താണ്? ഇവിടെയാണ് ഇന്നത്തെ ഡോക്ടർമാരുടെ ചർച്ച ഒരു പുതിയ ദിശയിലേക്ക് മാറുന്നത്. അതെ, ഇന്നത്തെ യഥാർത്ഥ ചോദ്യം സർജറി വേണോ വേണ്ടയോ എന്നതിനേക്കാൾ കീറിയ ഭാഗം നീക്കം ചെയ്യണോ അതോ അതിനെ തുന്നിച്ചേർത്ത് റിപ്പയർ ചെയ്യണോ എന്നതാണ്. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ലക്ഷ്യം എപ്പോഴും ആ മെനിസ്കസിനെ സംരക്ഷിക്കുക എന്നതാണ്. ഈ ചിത്രം നോക്കൂ, ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇടതുവശത്ത് കാണുന്നത് മെനിസെക്ടമി, അതായത് കീറിയ ഭാഗം മുറിച്ചു നീക്കം ചെയ്യുന്നു. എന്നാൽ വലതുവശത്ത് കാണുന്നത് മെനിസ്കസ് റിപ്പയർ ആണ്. അവിടെ കീറിയ ഭാഗം തുന്നിച്ചേർത്ത് അത് സ്വയം ഭേദമാകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ പട്ടികയിലേക്കൊന്ന് നോക്കിയാലോ? ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ഓഫ് വരുന്നത്. നമ്മൾ കീറിയ ഭാഗം നീക്കം ചെയ്യുകയാണെങ്കിൽ റിക്കവറി ശരിക്കും വേഗത്തിലാകും. ഒരു 2-4 ആഴ്ച കൊണ്ട് ശരിയാകും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്.
ഭാവിയിൽ സന്ധിവാതം വരാനുള്ള സാധ്യത കൂടും. നേരെ മറിച്ച് നമ്മളത് തുന്നിച്ചേർത്ത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ റിക്കവറി കുറച്ചു പതുക്കെയാകും. പക്ഷെ ലോങ് ടേമില് നിങ്ങളുടെ കാൽമുട്ടിനത് വളരെ നല്ലതാണ്. സന്ധിവാത സാധ്യത കുറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വേഗത്തിലുള്ള ഒരു ആശ്വാസവും ദീർഘകാലത്തേക്കുള്ള ആരോഗ്യവും തമ്മിലാണ്, അല്ലേ? യൂറോപ്പിലെ മുട്ടുശസ്ത്രക്രിയാ വിദഗ്ധരുടെ 2019 ഒരു പൊതു അഭിപ്രായം ഈ പുതിയ സമീപനത്തിന് അടിവരയിടുന്നു. അവർ പറയുന്നത് ഇതാണ്: മെനിസ്കസ് സംരക്ഷിക്കുന്നത് ചികിത്സയുടെ ആദ്യപടിയായി കണക്കാക്കണം. കാരണം കീറിയ ഭാഗം നീക്കം ചെയ്ത ശേഷം ദീർഘകാലത്തേക്കുണ്ടാകുന്ന ഫലങ്ങൾ അതിനെ തുന്നിച്ചേർത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ മോശമാണ്. ശരി, ഇത്രയും വിവരങ്ങൾ കിട്ടിയല്ലോ. ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് പ്രായോഗികമായി എന്തു ചെയ്യാമെന്ന് നോക്കാം. കാര്യങ്ങൾ ഒന്നുകൂടി അടുക്കിപ്പെറുക്കി വെക്കാം. ഈ ഗ്രാഫ് വളരെ രസകരമാണ്, അല്ലേ? ഇത് കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സർജറി ചെയ്താലും ശരി, അതല്ല ചിട്ടയായ ഫിസിക്കൽ തെറാപ്പി ചെയ്താലും ശരി, കാലക്രമേണ നിങ്ങളുടെ കാൽമുട്ടിന്റെ പ്രവർത്തനം ഗണ്യമായി മെച്ചപ്പെടുന്നുണ്ട്. ആ രണ്ട് ചികിത്സാരീതികളുടെയും ഫലങ്ങൾ കാണിക്കുന്ന വരകൾ എത്ര അടുത്താണ് പോകുന്നതെന്ന് നോക്കൂ. അപ്പോ ഒരു മെനിസ്കസ് കീറലുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ആധുനിക സമീപനം നമുക്കിങ്ങനെ ചുരുക്കാം. സ്റ്റെപ്പ് 1: കീറലിന്റെ തരമേതാണെന്ന് കൃത്യമായി തിരിച്ചറിയുക. ഇത് തേയ്മാനം കൊണ്ടാണോ അതോ പെട്ടെന്നുള്ള പരുക്കുകൊണ്ടാണോ? ഇതാണ് ഏറ്റവും നിർണായകം. സ്റ്റെപ്പ് 2: തേയ്മാനം കൊണ്ടുള്ള കീറലാണെങ്കിൽ വ്യായാമം പോലുള്ള ശസ്ത്രക്രിയയില്ലാത്ത ചികിത്സകൾക്കാണ് ആദ്യ പരിഗണന. സ്റ്റെപ്പ് 3: ഇനി അതൊരു പെട്ടെന്നുള്ള പരിക്കാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം മെനിസ്കസിനെ സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് വ്യായാമമാണോ അതോ തുന്നിച്ചേർക്കുന്ന റിപ്പയർ സർജറിയാണോ നല്ലതെന്ന് നിങ്ങളുടെ ഡോക്ടറുമായി വിശദമായി സംസാരിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ അവസാനമായി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സംഗതി വെറുമൊരു MRI സ്കാനിലെ കീറൽ ശരിയാക്കുക എന്നതിലല്ല കാര്യം. അതിനപ്പുറം നിങ്ങളുടെ കാൽമുട്ടിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ടാക്കുന്നതിലാണ്, അല്ലേ? അപ്പോൾ ആ കീറലിൽ മാത്രം ശ്രദ്ധിക്കാതെ മുട്ടിന്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതല്ലേ ഏറ്റവും പ്രധാനം?